ബിജു മൊഞ്ചത്തി വിളിക്കണോ? എടാ മൊഞ്ചത്തി പാടം എടാ ഭയങ്കര ഞാനും മൊഞ്ചത്തും പ്രശ്നമൊന്നുമില്ല. ആൾക്കാർക്ക് അമ്മത്തിൽ തെറ്റില്ല. ഞാൻ മൊഞ്ചത്തിന് അവൾക്ക് 3-4 മക്കളില്ലേ, അത് പാവം. അത് ജീവിച്ചു പോട്ടോ പ്ലീസ്. നിങ്ങൾ മൊഞ്ചത്തെ കുറിച്ച് ഇവിടെ പറയല്ലേ. പാവം അതെങ്ങനെയും ജീവിച്ചു പൊക്കോട്ടോ. നിനക്ക് എന്താ കേട് മൈരേ? എടോ മൈരേ, നിങ്ങൾ ഞാൻ മൊഞ്ചത്തിനെ കുറിച്ച് പറയണേ. അവൾക്ക് 3 മക്കളുണ്ട്. അവൾ എന്നെപ്പോലെ ഒരു സ്ത്രീ തന്നെയാ. ഓക്കെ, നിങ്ങളെന്തിനാ വെറുതെ തന്നെ? എടോ അവൾ അവളുടെ വഴിക്ക് പോട്ടെ. അവൾ എന്നെ എന്തുവാനും പറഞ്ഞോട്ടെ. ഇല്ല എടോ, നിങ്ങൾ ഉപദ്രവിക്കില്ല. അവൾ അവളുടെ രീതിക്ക് അവൾക്ക് ഏതെങ്കിലും കഷ്ടപ്പെട്ട് അവളെ ജീവിച്ച് പൊക്കളുടെ മക്കളെ നോക്കണ്ടേ? കാശിന് കാശ് തന്നെ വേണം. ഓക്കെ, അവൾ എവിടെയെങ്കിലും പോയിക്കോട്ടെ, ജീവിച്ചോട്ട്. നീ എന്താ മരുന്ന് കുളയ്ക്കുന്നേ? അവളവളുടെ മൊഞ്ചത്തിനും ശവാന്റെ വഴിക്ക്. അത് പാവം, അതെവിടെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. നിങ്ങൾ താല്പര്യമുണ്ടോ? നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഇന്ന് വെറുതെ എന്നെ കുറ്റം പറഞ്ഞിട്ടല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നടത്തണം. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നെ കുറ്റം പറഞ്ഞിട്ടില്ലേ? മീൻസ് എനിക്ക് ഈ മൊഞ്ചത്തിയോട് ഒരു ദേഷ്യമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഒരു രീതിയിലും എൻ്റെ പെണ്ണിനോട് എനിക്കൊരു ദേഷ്യമില്ല. ഓക്കെ, നിങ്ങളോട് പറ്റുന്ന പോലെ അതിനെ സപ്പോർട്ടാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നത് തന്നെയാണ്. ഫാമിലി നോക്കാൻ വേണ്ടി വരുന്നത് തന്നെയാണ്. സൂഹിക്കാൻ വേണ്ടി ആരും വരുന്നതല്ല. ഓക്കെ, അത് ചിന്തിക്കുക. ഓക്കെ, എല്ലാവർക്കും കാശ് തന്നെയാണ് വലുത്. ഇവരുടെ എനിക്കും മൊഞ്ചത്തിക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, നിങ്ങളുടെ പറ്റുമോ സഹകരിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ പോടാ മൈന വരെ കുടങ്ങളാണെന്ന് പറയുന്നത് മൈന കൂറുന്നു. എനിക്ക് ശവാനോട് ഒരു ദേഷ്യമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും. ഓക്കെ, പോകുന്നതിന് പോവാം. അല്ല ആശുപ ചേച്ചി, നമുക്ക് അത്ര ഉള്ളൂ. എനിക്ക് എന്തിനാണ് മഞ്ജത്തോട് ദേഷ്യം? മാഡം മൈരേ, ഒരു മിനിറ്റ്. എടാ, എന്താ അവൻ്റെ പേരിടാ? അശ്മീൻ്റെ പേരെന്താ? ഇതിൻ്റെ പേര് കാണുന്നില്ല മൈക്ക്. ഇവൻ്റെ പേരെന്താ? എടോ, ഇവൻ്റെ പേരെന്താടോ? അവൾ പറഞ്ഞു ഈ മരുന്നിൻ്റെ പേരൊന്ന് പറഞ്ഞു. എടാ ആശപ്പ ചേച്ചി, ഇവൻ്റെ പേരൊന്ന് പറഞ്ഞ. ആശപ്പ ചേച്ചി ഗസല പൂറോ എന്തോ അവൻ്റെ പേര്. എടാ, ഈ മരുന്നിൻ്റെ പേരൊന്നും പറഞ്ഞ മേലത്ത്. ഗസൽ എന്നാണോ? മലയാളത്തിൽ ഷെർനെ ഒന്ന് പറഞ്ഞപ്പാ മണി. ഗസൽ. എടാ, ഗസൽ എന്ന് പറഞ്ഞ വട്ടപ്പേരോട് അവരാധിച്ച പുണ്ടച്ചി പുറമെ. എടാ, എന്നെപ്പോലുള്ളൊരു പെണ്ണ് തന്നെ അവളും. എന്നെ പോലെ തന്നെ മക്കളെ നോക്കാനുള്ള പരത്തിൻ്റെ അവക്കും. എടാ നായിൻ്റെ മോനെ പൂറി മോനെ. എടാ, ഞാനും മോഞ്ചിത്തും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ചിലപ്പോൾ അവളെ കുറ്റം പറയും, അവൾ എന്നെ കുറ്റം പറയും. പൂറാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എടാ വരെ പോടാ പൂറി മോനെ, എൻ്റെ അമ്മയുടെ പൂറ്. എടാ, അവളും എന്നെ പോലെ തന്നെ മക്കളെ നോക്കാൻ വരുന്നവള് തന്നെയാണ്. ഓക്കെ, നിന്റെ അമ്മയുടെ പൂറ്. എടാ ഗസൽ എന്ന് പറഞ്ഞ തായൊള്ളി മൈര എൻ്റെ ആൻറ്റി അതിനൊരു ഉപ്പിലിട്ട് പൂറി മോനെ. എടാ നായിൻ്റെ മോനെ, അവളവിടെ കിടന്ന് പറയും എന്നെ കുറിച്ച്. നെവർ മൈൻഡ്, ഞാൻ പറയും. ഓക്കെ, കടനായിൻ്റെ മോനെ, നിന്റെ അമ്മയുടെ പൂറ് മൈരേ. ഗസൽ എന്ന് പറഞ്ഞ തായോളി
അവൾ മൊഞ്ചത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞു. എടാ മൊഞ്ചത്തിനോട് എനിക്കൊരു ദേഷ്യമില്ല, എൻ്റെ ജീവൻ രക്ഷിച്ചൊരു വ്യക്തിയാണ് അവള് ഒരു സമയത്ത്. പക്ഷെ അവൾ എന്തൊക്കെ പറയുന്നു, അത് ഒരു സങ്കടം, അത്രേ ഉള്ളൂ. വേറെ തന്നെ എനിക്ക് അവളോട് ദേഷ്യമില്ല. കേട്ടടാ മൈൻ്റെ മോനെ, അവൾ അവളുടെ ഫാമിലി നോക്കുന്നു, ഞാൻ എൻ്റെ ഫാമിലി നോക്കുന്നു. ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സിറ്റുവേഷൻ തന്നെയാണ്. മൊഞ്ചത്തിക്ക് ഒരു സിറ്റുവേഷൻ, എനിക്കൊരു സിറ്റുവേഷൻ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും തൊഴിൽ ജീവിക്കുന്നതാണ്. കണ്ട് മയിര് ഊമ്പിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പൊടാ പൂറി മോനെ മയില്. പിന്നെ എന്നെ കുറ്റം മഞ്ചത്തി എന്നെ കുറ്റം പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞ കല്ലുവേലി. പക്ഷേ എടോ മൈരെപ്പോ അവൾക്കുള്ളൂടോ ഒരു 3 മക്കള്, നമ്മളത് നോക്കണം കേട്ടോ. അതിൻ്റെ മക്കളെ എന്നെപ്പോലെ തന്നെയാണ്, അവിടെ ഒരു അമ്മയാ മയില്. എടോ ഒരു അമ്മയായ ആൾക്കാർക്ക് മനസ്സിലാവും ഒരു മക്കളെ നോക്കാനുള്ള പ്രയാസപ്പാട്. എന്നെപ്പോലെ തന്നെയാണ് മൊഞ്ചത്തി, അവക്കടെ മക്കളെ നോക്കണം. നിന്നെപ്പോലെ മയിലിൻ്റെ വർത്തമാനം പറഞ്ഞ പുറമാര് പോട മയില്. ഞങ്ങളിടക്ക് പിണങ്ങും. ഞങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ നാളെ ഒന്നിക്കും, മറ്റന്നാൾ ഒന്നിക്കും. നീ ആ കാര്യം പൂറ മയിലമാരെ ആശപ്പ ചേച്ചി മയില് പോ കേട്ടോ. ഞാൻ അവൾ ചിലപ്പോൾ തിളക്കും, ഞാൻ അവൾ തമ്മിൽ ചിലപ്പോൾ പിണങ്ങും. ചിലപ്പോൾ എന്നെ എന്ത് താറും പുറക്കെ വിളിച്ച് പറയും. കല്ലില്ലേ, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവർക്കും ഓരോ ലൈഫുണ്ട്. ഓക്കെ, നെവർ മൈൻഡ്. ഓക്കെ, ഞാൻ മോചിനെ കുറ്റം പറയല്ല കേട്ടോ. ഞാനും ചിന്തിക്കുന്നുണ്ട്, അവൾ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ക്വിസ്. പക്ഷെ എന്നെപ്പോലെ തന്നെ 3 മക്കളോ 4 മക്കളുള്ളതാണ്. ഓക്കെ, നമ്മളങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളൊരു വിചാരം ഉണ്ടാവും ഞാനും മോചി തമ്മിൽ ദേഷ്യമാണെന്ന്. അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണാനും എനിക്ക് അവളെ ഇഷ്ടമാണാനും. നിങ്ങളെപ്പോലുള്ള പൂർണ്ണന്മാരും മണ്ടന്മാരാ. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഓക്കെ, അങ്ങോട്ട് ഇങ്ങനെ കലകലകളെന്ന് പറയും. എല്ലാവരും പറ്റും. നിങ്ങളുടെ പൂർണ്ണന്മാർ മുമ്പാണ്. എനിക്ക് മൊഞ്ചത്തിന് ഇഷ്ടമാണ്, മൊഞ്ചത്തിക്ക് എന്നെ ഇഷ്ടമാണ്. കട നായൻ്റെ നിന്നോട് ഉച്ചാളി തലപ്പോടെ പൂർണ്ണന്മാരെ കൊടകണമെന്ന്. എനിക്ക് 2 ആവശ്യം അവളെ ഉണ്ടാവുള്ളൂ, അവൾക്കൊരാവശ്യം ഞാനുണ്ടാവും. ഓക്കെ, പിന്നെ പറഞ്ഞോട്ടെ എന്നെ പറ്റും, എന്നെ വെച്ചിട്ട് അത് ഒന്നുമല്ല. ഓക്കെ, പാടമായിര്. ഓക്കെ, വിളിക്കാൻ വരുന്നു. ഞാൻ പോടാമായില്ലേ, അങ്ങനെ പോടാം. എടാ പോടോ. ഞാൻ മനുഷ്യൻ്റെ പലതും പറയും, അവൾ എന്നെ പലതും പറയും. അവളും ജീവിക്കാൻ വേണ്ടി വരുന്നയാടോ. പറ്റുമെങ്കിൽ നിങ്ങൾ കൂടെ അവളെ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്ന തന്നെയാണ്. എല്ലാവർക്കും നീ ഒരേപോലെ കൊടുക്കുമോ? അശപ്പ ചേച്ചി, ഞാൻ പലതും പറയും ഒന്നിച്ചിനെ കുറിച്ച്. എനിക്കവിടെ ദേഷ്യമൊന്നുമില്ല കേട്ടോ, ഇഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മളെ കുറിച്ച് കുറച്ച് കുറ്റം പറയുമ്പോൾ നമുക്കൊരു ദേഷ്യം. അല്ലാതെ എൻ്റെ മുത്തപ്പനാണ്, എൻ്റെ പൊന്നും കുരിശു മുത്തപ്പനാണ്, എൻ്റെ മക്കളാണ് സത്യം. എനിക്ക് ആരോടും ദേഷ്യമില്ല സോഷ്യൽ മീഡിയയിൽ കേട്ടോ. അത് ആശാപ്പച്ചിക്ക് നന്നായിട്ട് അറിയാം, ഷെറിനും അറിയാം. ഒരാളോടും ദേഷ്യമില്ല. ഓക്കെ, അല്ല ദേഷ്യമുള്ള ഒരാളോട് എനിക്ക് ദേഷ്യമില്ല.
പറയേണ്ട അവിടെ കിടന്ന് പറയും. അവളോട് അവളുടെ കുറ്റം പറയും. എൻ്റെ അടുത്ത് അവളുടെ ലൈഫിൽ കുറ്റം എന്നാ പറയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെ കിടക്കണാണ്. എടോ ഭയങ്കരമാരെ. അവളും ജീവിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പുറന്മാരെ, ഞാനും ജീവിക്കാൻ വേണ്ടി വരുന്നതാണ്. കേട്ടതാ എൻ്റെ മക്കളെ. കാരണം അവളുടെ കൊച്ചു ഇവിടെ വന്ന് പറയാം, എടാ പുറമെ നിങ്ങളുടെ ഫ്രോഡ് മൈൻഡ് യുവർ വേഴ്സ്. ഞങ്ങൾ ഇന്ന് പിരിഞ്ഞിരിക്കുന്നു, നാളെ ഞങ്ങൾ ഒന്നിക്കും. എടാ മൈരെ പോടെ ഇറങ്ങി താഴെ വിളിക്കണ്ടായ പൂറി മോനെ, നിന്നെപ്പോലെ ഊളാണ് എൻ്റെ അപ്പൻ്റെ ആൻറ്റി. കുറെ കുടങ്ങടെ കാണിക്കാൻ വേണ്ടി